റോഷിവാലെ പത്മകുമാർ എന്ന വ്യക്തിയുടെ പ്രൊഫൈൽ എന്നെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ജില്ലയിലെ തന്നെ ഉന്നതനായ നേതാവാണ്. പാർട്ടിയുടെ തന്നെ ഉന്നത സ്ഥാനങ്ങൾ, വലിയ പദവികൾ വഹിക്കുന്നു. മുൻ MLA ഒക്കെ ആയിരുന്നു, ജനപ്രതിനിധിയായി പ്രവർത്തിക്കുന്നു. ഒടുക്കം മറ്റൊന്ന് ഈ മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം. CPIM-ലെ വിഭാഗീയതയുടെ കാലത്ത് തന്നെ ഈ ഔദ്യോഗിക പക്ഷത്തിനൊപ്പം നിലയുറപ്പിച്ചിരുന്ന പത്മകുമാറിനെ പിണറായി വിജയന്റെ താല്പര്യപ്രകാരമാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിച്ചത്. എന്നാൽ പിന്നീട് ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിധിയിൽ പത്മകുമാറിന് വിയോജിപ്പുണ്ടായിരുന്നു. ഇതോടുകൂടി പിണറായി വിജയന്റെ ഒരു ഗുഡ് ബുക്കിൽ നിന്നും പത്മകുമാർ പുറത്തായി എന്നുള്ളതാണോ വിലയിരുത്തൽ? അതുമാത്രമല്ല, അപ്പോ ഒരു സമയത്ത് ഈ നേതൃത്വവുമായി ഇടഞ്ഞു നിന്ന പത്മകുമാർ BJP പാളയത്തിലേക്കെന്ന സൂചനകൾ പോലും, അങ്ങനെ പോലും വാർത്തകൾ വന്നിരുന്നു. ഏറ്റവും ഒടുക്കം ഇതാ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസിൽ പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് അന്നത്തെ ദേവസ്വം പ്രസിഡന്റിന്റെ അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. റോഷിപാൽ, ആരാണ് യഥാർത്ഥത്തിൽ പത്മകുമാർ? റോഷി, പത്തനംതിട്ടയിലെ CPM-ന്റെ മുഖമായിരുന്നു പത്മകുമാർ എന്ന നേതാവ്. MLA ആയി, പാർട്ടിയുടെ പത്തനംതിട്ടയിലെ പ്രധാനിയായി, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായി അങ്ങനെ പോകുമ്പോൾ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് അകൽച്ച സംഭവിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വീണ ജോർജിനെതിരെ അടക്കം പരസ്യമായി പ്രതികരിച്ച ഔദ്യോഗിക പക്ഷത്തിന്റെ കണ്ണിലെ കരടായി മാറിയെങ്കിലും പത്മകുമാർ ഇന്നും പത്തനംതിട്ടയിലെ CPM-ന്റെ മുഖമാണ്. അതുകൊണ്ട് തന്നെ പത്മകുമാർ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലാകുമ്പോൾ പൂർണ്ണമായും CPM നേതൃത്വം പ്രതിരോധത്തിലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ കാര്യത്തിൽ എങ്ങനെയാകും വിശദീകരണം നൽകുക CPM എന്നത് പ്രധാനമാണ്. UDF ആദ്യം മുതൽ തന്നെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിൽ അന്വേഷണ സംഘം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത വലിയ പ്രതിരോധം, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ഉയർത്തുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയം തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതിപക്ഷം ഉയർത്തുമ്പോൾ അവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് CPM-ന്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഒന്ന് കൊല്ലത്തെ നേതാവ് N വാസു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷൻ. രണ്ടാമത്തെ ആൾ പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട CPM നേതാവ് പത്മകുമാർ, അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷൻ. ഈ രണ്ട് അധ്യക്ഷന്മാരുടെ കാലയളവിലാണ് ശബരിമലയിൽ ഒന്നൊന്നായി സ്വർണ്ണക്കൊള്ള നടക്കുന്നത്. അത് ആദ്യം ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വന്നു. പിന്നീട് കട്ടിളപ്പാളിയുടെ സ്വർണ്ണപ്പാളികൾ കടത്തിയതിന്റെ വിവരങ്ങൾ പുറത്തു വന്നു. പിന്നീട് ഒന്നൊന്നായി അത് ശബരിമലയിലെ ശ്രീകോവിലിന്റെ കഥകിലേക്ക് എത്തുന്നു എന്നത് ഏറ്റവും പ്രധാനം. അങ്ങനെ ശബരിമലയിൽ വലിയ സ്വർണ്ണക്കൊള്ള നടത്തിയതിന്റെ തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വന്നു. പ്രതിരോധത്തിലായതോടെ ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കരുനീക്കത്തിനൊടുവിൽ രണ്ട് ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാർ, മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാർ ഒടുവിൽ പ്രതിക്കൂട്ടിലാകുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. അങ്ങനെയുള്ള നിർണായക നീക്കം അത് അന്വേഷണ സംഘം നടത്തുമ്പോൾ ഇനി മന്ത്രിയിലേക്ക് എത്തുമോ എന്നത് ഏറ്റവും പ്രധാനമാണ്. പ്രതിപക്ഷം ആദ്യഘട്ടം മുതൽ തന്നെ ഉയർത്തുന്നത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ലക്ഷ്യമിട്ടാണ്. ഈ രണ്ട് ഭരണസമിതികൾ തട്ടിപ്പ് നടത്തിയെങ്കിൽ, അവർ സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയെങ്കിൽ അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന ആരോപണമാണ് UDF തുടക്കം മുതൽ തന്നെ ഉയർത്തുന്നത്. ആദ്യഘട്ടത്തിൽ അവർ ഉയർത്തിയ ആരോപണം ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി കുരുക്കിലായി കഴിഞ്ഞു. രണ്ട് ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി അധ്യക്ഷന്മാരും കുരുക്കിലായി. ഇനി അന്നത്തെ മന്ത്രിക്ക് ഈ തട്ടിപ്പിൽ പങ്കാളിത്തമുണ്ടോ, ഏതെങ്കിലും തരത്തിൽ സഹായം നൽകിയോ എന്ന കാര്യം അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ എത്തിയോ എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് പത്മകുമാറും വാസുവും അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി ഏറ്റവും പ്രധാനമാണ്. ഇന്ന് കൊല്ലത്ത് പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നുണ്ട് അന്വേഷണ സംഘം. കസ്റ്റഡിയിൽ മേടിച്ച് ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യൽ ലഭിക്കുന്ന വിവരങ്ങൾ നിർണായകമാകും. ഇനി അന്വേഷണം മേൽത്തട്ടിലേക്ക് പോകുമോ, രാഷ്ട്രീയ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുമോ എന്നത് ഏറ്റവും പ്രധാനമാണ്. മാത്രവുമല്ല, ശബരിമലയിൽ കൂടുതൽ കൊള്ള നടന്നിട്ടുണ്ടോ എന്ന ശാസ്ത്രീയ പരിശോധന മറുഭാഗത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ അറസ്റ്റ് അതിപ്രധാനമാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും നിർണായക അറസ്റ്റാണ് ഇന്ന് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും രാഷ്ട്രീയമായി CPM പൂർണ്ണ പ്രതിരോധത്തിലാണ്. കാരണം UDF ആദ്യഘട്ടം മുതൽ തന്നെ ഉയർത്തുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇനി അന്വേഷണം എങ്ങോട്ടേക്ക്, ഏത് ദിശയിലേക്ക് പോകും എന്നത് പ്രധാനമാണ്. പത്മകുമാർ കഴിഞ്ഞ 4 മണിക്കൂർ അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയ വിവരങ്ങൾ അതും പ്രധാനമായിരിക്കും. മന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കാളിത്തമുണ്ടോ എന്ന ചോദ്യമാണ് മുന്നിലുള്ളത്. അങ്ങനെ ആരോപണങ്ങൾ വീണ്ടും പ്രതിപക്ഷം കടുപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള
ദിവസങ്ങൾ ഏറ്റവും പ്രധാനമാണ്. എന്ന് ലഭിക്കുന്ന വിവരങ്ങളും പ്രധാനമാണ്. അതുകൊണ്ട് വാസുവിനെ ഒരുപക്ഷെ ഇനിയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. പത്മകുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി അപേക്ഷ നൽകുമോ എന്നതും പ്രധാനമാണ്. നേരത്തെ വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ കോടതിയിൽ ഹാജരാക്കിയ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നില്ല. ആദ്യഘട്ടത്തിൽ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിയതാകട്ടെ അത് ഇന്ന് ഏതാണ്ട് 4 മണി വരെയുള്ള സമയത്തേക്ക് മാത്രമാണ്. അപ്പോൾ പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ മറുഭാഗത്ത് അന്വേഷണ സംഘം വാസുവിനെ കൂടി ചോദ്യം ചെയ്തത് പത്മകുമാർ പറയുന്ന കാര്യങ്ങൾ അത് കൃത്യമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അത് ഉറപ്പുവരുത്താൻ വേണ്ടിയായിരുന്നുവെന്ന് വ്യക്തമായി കഴിഞ്ഞു. 4 മണിയോടെ കോടതിയിലേക്ക് വാസുവിനെ എത്തിക്കും. അപ്പോൾ തന്നെ പത്മകുമാറിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമെന്നത് അറിയേണ്ടിയിരിക്കുന്നു. ഏറ്റവും നിർണായക നീക്കങ്ങളാണ് അന്വേഷണ സംഘം ശശിധരന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. ഇന്ന് ADGP H വെങ്കടേഷ് രാവിലെ തന്നെ പോലീസ് ആസ്ഥാനത്ത്, ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്തിയിരുന്നു. പത്മകുമാറിനെ ചോദ്യം ചെയ്യുമ്പോൾ ADGPയുടെ നേതൃത്വത്തിലായിരുന്നു ആ ചോദ്യം ചെയ്യൽ നടന്നത്. അങ്ങനെ നിർണായകമായ ആ ചോദ്യം ചെയ്യലിനൊടുവിൽ പത്മകുമാർ പൂർണ്ണമായും കുരുക്കിലായി. ഇനി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. മാത്രവുമല്ല, നിലവിലെ ഭരണസമിതി, ഏറ്റവും ഒടുവിൽ പദവിയൊഴിഞ്ഞ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് ഈ തട്ടിപ്പുകാരനെ സംരക്ഷിക്കുന്നതിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നോ എന്ന ചോദ്യവുമുണ്ട്. ഇതൊക്കെ പുറത്ത് രാഷ്ട്രീയ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയതാണ്. ആ ഉയർത്തിയ ആരോപണങ്ങൾ ശരിയാണോ എന്ന് തെളിയുക അന്വേഷണത്തിലാണ്. കാരണം നേരത്തെ പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾക്ക് ഒടുവിലാണ് പത്മകുമാർ അടക്കമുള്ള വാസു ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ, രാഷ്ട്രീയ നേതൃത്വം കൂടി ഈ സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായെന്ന് വ്യക്തമാകുന്നത്. ഇനിയുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ നിർണായകമായിരിക്കും. റോഷിവാൽ, നമുക്കറിയാം ഈ കേസിൽ പ്രധാനപ്പെട്ട അറസ്റ്റുകൾ സംഭവിക്കുമ്പോഴൊക്കെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ തേടുമ്പോഴൊക്കെയും പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും തൊട്ടു മുൻപുള്ള ഭരണസമിതി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ആവർത്തിച്ച് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഉദ്യോഗസ്ഥരാണ്, തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെടും, ഈ കേസിൽ തെറ്റ് ചെയ്തവരാരുണ്ടെങ്കിലും അവരെല്ലാം നിയമത്തിന് മുന്നിൽ വരട്ടെ എന്ന ആത്മവിശ്വാസത്തോടെ പറയുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇനി അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ കഴിയില്ലല്ലോ റോഷിവാൽ. നമുക്കറിയാം ഈ നിലവിലുള്ള പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിന് അനഭിമതനാണ് പത്മകുമാർ എങ്കിലും ഈ സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാർ കൂടി അറസ്റ്റിലാവുമ്പോൾ SITയുടെ അന്വേഷണം ഇനി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുമോ എന്നുള്ള ആശങ്ക അത് CPM-ലെ പല കേന്ദ്രങ്ങൾക്കും ഉണ്ടായിരുന്നു. അതിന് ഇനി കൂടുതൽ ആ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു സംശയം ഇനി അത് തന്നെയല്ലേ സംഭവിക്കുക എന്നുള്ളതല്ലേ അന്വേഷണ സംഘം അവരുടെ നീക്കം ഇനി ശരിക്കും എന്തായിരിക്കും? റോഷ്നി, ഇനിയുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം നിർണായകമാണ്. കാരണം 2 മുൻ ദേവസ്വം അധ്യക്ഷന്മാർ അവർ അറസ്റ്റിലായി കഴിഞ്ഞു. അവർ നൽകുന്ന മൊഴികൾ അതിപ്രധാനമാണ്. മാത്രവുമല്ല, ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീകോവിലിൽ പതിച്ച അവിടെയുള്ള സ്വർണ്ണപ്പാളികളാണ് കൃത്യമായി കടത്തിക്കൊണ്ടുപോയത്. അതാണെങ്കിൽ ബോധപൂർവം ആ സ്വർണ്ണപ്പാളികൾ കടത്താനുള്ള സൗകര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർക്ക് അങ്ങനെ സൗകര്യം ഏർപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് ചെമ്പ് തകടാണെന്ന് മഹസറിൽ അടക്കമുള്ള രേഖകളിൽ രേഖപ്പെടുത്തിയത്. അങ്ങനെ വലിയ ഗൂഢാലോചന ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ഉണ്ടെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മഹസറിൽ തെറ്റായി രേഖപ്പെടുത്തിയ വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത് ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിലാണ് അന്വേഷണം പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ കടകംപള്ളിക്ക് ഈ തട്ടിപ്പിൽ പങ്കാളിത്തമുണ്ടെങ്കിൽ വൈകാതെ കടകംപള്ളിയും കുടുങ്ങും. അതുകൊണ്ട് അന്വേഷണ സംഘത്തിന് പത്മകുമാറും വാസുവും നൽകിയ വിവരങ്ങൾ പ്രധാനമായിരിക്കും. ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് തട്ടിപ്പെന്ന് ആദ്യഘട്ടത്തിൽ വിശദീകരണം ഉണ്ടായിരുന്നെങ്കിൽ അത് അങ്ങനെയല്ലെന്ന് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ അവർക്ക് ബോധ്യമായി. കാരണം ഒരു തരത്തിലും ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം ശബരിമലയിലെ ഏറ്റവും പ്രധാനമായ ഈ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളികളോ ഈ കട്ടിലയിലെ സ്വർണ്ണപ്പാളികളോ കതകിലെ പാളികളോ കടത്താൻ കഴിയില്ലെന്ന അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിലെ ബോധ്യമാണ്. മാത്രവുമല്ല, തെളിവുകൾ പൂർണ്ണമായും ഈ ഭരണസമിതിക്ക് എതിരായിരുന്നു. അങ്ങനെയാണ് ഭരണസമിതി കൂടി പ്രതിപട്ടികയിലേക്ക് എത്തുന്നത്. ഉദ്യോഗസ്ഥന്മാർ ഈ പ്രതിപട്ടികയിൽ വരുമ്പോൾ അവർ കുറ്റവാളികളായി മാറുമ്പോൾ അവർക്ക് കൂട്ടുനിന്നവരായി ഭരണസമിതി അംഗങ്ങളും അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 2 അധ്യക്ഷന്മാരും മാറിക്കഴിഞ്ഞു. ഇവർ 2 പേരും CPM-ന്റെ പ്രധാനികളാണ്. ഒരാൾ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവ്, രണ്ടാമത്തെയാൾ പത്തനംതിട്ടയിലെ പാർട്ടിയെ ഒരു കാലത്ത് നിയന്ത്രിച്ച നേതാവ് A പത്മകുമാർ. അങ്ങനെ 2 പ്രധാനപ്പെട്ട CPM നേതാക്കൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ CPM-നെ പൂർണ്ണമായി പ്രതിരോധത്തിലാക്കിക്കൊണ്ട് അവർ പ്രതിക്കൂട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അതും ഭക്തരുടെ ഏറ്റവും വികാരമായ ശബരിമലയിലെ സ്വർണം കട്ടെടുത്തു എന്ന ഒരു കുറ്റത്തിനാണ് അവർ ജയിലറകൾക്ക് ഉള്ളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ ആരോപണങ്ങൾ കടുക്കും. ആ രാഷ്ട്രീയ ആരോപണങ്ങൾ എങ്ങനെയായിരിക്കും LDF നേതൃത്വം പ്രതിരോധിക്കുക എന്നത് നമ്മൾ ആകാംക്ഷയോടെ ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഇനിയുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കത്തിനൊടുവിൽ അന്നത്തെ ദേവസ്വം മന്ത്രി കൂടി കുരുക്കിലാകുമോ എന്നതും പ്രധാനമാണ്. കടകംപള്ളി സുരേന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ചിത്രങ്ങളടക്കം പല ഘട്ടത്തിൽ പുറത്തു വന്നതാണ്. ഓരോ ഘട്ടത്തിലും കടകംപള്ളിയെ ലക്ഷ്യമിട്ട പ്രതിപക്ഷം
ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. ഇതിന്റെ മുഴുവൻ പിന്നിൽ പ്രവർത്തിച്ചത് കടകംപള്ളിയാണ്. അന്നത്തെ മന്ത്രിസഭയിലടക്കം ആരോപണം എത്തിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷം ഇത് തെരഞ്ഞെടുപ്പിൽ പ്രധാന ആയുധമാക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ആവേശകരമായ പ്രചാരണത്തിലേക്ക് കേരളം കടക്കുന്ന ഘട്ടത്തിലാണ് CPM-ന്റെ രണ്ട് പ്രധാന നേതാക്കൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പൂർണ്ണമായും പ്രതിരോധത്തിൽ പാർട്ടിയാക്കിക്കൊണ്ട് അറസ്റ്റിലേക്ക് പോകുന്നത്. ഇനിയുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കമാണ് റോഷ്നി ഏറ്റവും പ്രധാനമാവുക. അന്വേഷണ സംഘം ഇനി തുടരന്വേഷണം മുകളിലോട്ട് പോകുമോ, അന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക്, അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. അതിലേറ്റവും പ്രധാനമാവുക ഇന്ന് പത്മകുമാർ 4 മണിക്കൂർ ചോദ്യം ചെയ്യൽ നൽകിയ വിവരങ്ങളാണ്. ഒപ്പം വാസു ഇന്ന് കൊല്ലത്ത് അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയ വിവരങ്ങളാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ മന്ത്രിയിലേക്ക് എത്തുന്ന സൂചനകൾ ഉണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ ശേഖരിക്കേണ്ടി വരും. മാത്രമല്ല, ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഒന്നൊന്നായി ഹൈക്കോടതി നിരീക്ഷിക്കുന്നതുകൊണ്ട് ഒരു തരത്തിലും തെളിവുകൾ ഉണ്ടെങ്കിൽ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്നതാണ് ഈ സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. പൂർണ്ണമായും സ്വാതന്ത്ര്യം അന്വേഷണ സംഘത്തിന് നൽകിയതാണ്. ADGP H. വെങ്കടേഷ് മേൽനോട്ട ചുമതല വഹിക്കുമ്പോൾ SP ശശിധരൻ ഇതിന്റെ നേതൃത്വം നൽകുമ്പോൾ അവർക്ക് പൂർണ്ണ ചുമതലയാണ്, പൂർണ്ണ സ്വാതന്ത്ര്യമാണ്, ഒരു നിയന്ത്രണവുമില്ല. കാരണം ഓരോ നീക്കങ്ങളും അത് ഹൈക്കോടതിയെ ധരിപ്പിക്കണം. രണ്ടാഴ്ച തോറും അവർ നൽകുന്ന റിപ്പോർട്ടുകൾ അത് ഇഴകേറി ഹൈക്കോടതി പരിശോധിക്കും. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇതിൽ ഈ കളവിന്, ഈ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയവർ, ഗൂഢാലോചന പങ്കാളികളായവർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് ഉറപ്പാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ 2 ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാർ, മുൻ അധ്യക്ഷന്മാർ അവർ അഴിക്കുള്ളിലേക്ക് പോകുന്നത്. അത് N. വാസു ആകട്ടെ പത്മകുമാർ ആകട്ടെ, രണ്ടുപേരും കുടുങ്ങുമ്പോൾ ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ഈ തട്ടിപ്പിൽ പങ്കാളിത്തമുണ്ടോ എന്നറിയാനാണ്. ഏതായാലും അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ പ്രധാനം. ഏറെ വൈകാതെ തന്നെ നേരെ കോടതിയിലേക്ക് A. പത്മകുമാറിനെ കൊണ്ടുപോകും പോലീസ് ആസ്ഥാനത്ത് നിന്നും. റോഷി, റോഷി ബാലും ഹരിമോഹനും TV പ്രസാദുമാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഓരോ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്.